അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മേയർ ആര്യ രാജേന്ദ്രനുമായുണ്ടായ തർക്കത്തിൽ KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശിച്ചു കോടതി. KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA, ആര്യയുടെ സഹോദരൻ അരവിന്ദ്, ഭാര്യ ആര്യ, കണ്ടാലറിയാവുന്ന യുവാവടക്കം 5 പേർക്കെതിരെയാണ് കേസ്. കേസിൽ 1-ാം പ്രതി മേയറും 2-ാം പ്രതി സച്ചിൻ ദേവ് MLA-യുമാണ്. കൂനിമ്മേ കുരുന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ കാര്യങ്ങൾ. കഷ്ടകാലത്ത് കുഷ്ഠം വന്നു എന്ന് പറയുന്ന പഴഞ്ചൊല്ലല്ലേ കുറച്ചുകൂടെ നല്ലത്. മേയറും കൂട്ടരും സഞ്ചരിച്ചിരുന്ന കാർ കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞിട്ടു എന്നാണ് FIR-ലെ ആരോപണം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. തുടർന്ന് സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറി ഡ്രൈവറെയും യാത്രക്കാരെയും അധിക്ഷേപിച്ചു. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നും FIR-ലുണ്ട്. ഇത് തെളിവ് നശിപ്പിക്കാനാണെന്നും FIR-ൽ പറയുന്നു. തൃപ്തിയായില്ലേ നിനക്ക്? ജോലി തെറിക്കുമെന്ന് ഉറപ്പാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് അത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്ന് FIR-ൽ പരാമർശമുണ്ട്. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി.